ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടും സിമ്പിളായിട്ടും ഒരു പലഹാരമാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. 50 ഗ്രാം മട്ടരിയുടെ അട എടുത്തിട്ടുണ്ട്. പാലട പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ അടയാണ് കേട്ടോ. ഇത് മട്ടരിയുടെ അട തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ അരിയിലുള്ളതാണെങ്കിലും മൈദയിലുള്ള ഏത് അടയായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളക്കിണ്ട് അട ഇട്ട് കൊടുക്കാം. അട വേവുമ്പോഴേക്ക് നമുക്ക് 2-3 സാധനം വറുത്തെടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ആയതും പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1/4 കപ്പ് ചുവന്ന അവൽ എടുത്തിട്ടുണ്ട്. അത് പാനിലേക്ക് ഇടുന്നുണ്ട്. നല്ലോണം ക്രിസ്പിയാക്കി എടുക്കണം. അവൽ റോസ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 5-6 അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അതും നാളികേര അവലും നല്ലോണം റോസ്റ്റാക്കി എടുക്കാം. അട നല്ലോണം വെന്ത് കിട്ടി. ഈ തിളച്ച വെള്ളം ഊറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെക്കാം. അട ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നല്ലോണം റോസ്റ്റായി. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുത്തതിൻ്റെ ശേഷം ക്രഷ് ചെയ്ത് എടുക്കാം. 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കാം. പഴം നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. ഉടഞ്ഞു പോവണ്ട, വാട്ടി മാത്രം എടുത്താൽ മതി. പഴം റെഡിയായി. നമുക്ക് വേറെ പാനിലേക്ക് മാറ്റാം. ഒരു അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർക്കാം. ശർക്കര നല്ലോണം ഉരുക്കി എടുക്കണം. അതുപോലെ ഈ മധുരം പാകമായിരിക്കും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ശർക്കര ഉരുകി വരുമ്പോഴേക്ക് നമുക്ക് പൊടിക്കാനുള്ള സാധനം പൊടിച്ചെടുക്കാം. ഇതുപോലെ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഫൈൻ ആവരുത് കേട്ടോ. ഇത് മാറ്റി വെക്കാം. ശർക്കര നല്ലോണം ഉരുക്കിയ ശർക്കര അരിച്ച് വേറെ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. ശർക്കരയിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. വേവിച്ച അട ഇട്ട് കൊടുക്കാം. അട ശർക്കരയിൽ 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അട ശർക്കരയിലിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തു. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണം അവലിൻ്റെയും നാളികേരത്തിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും മിക്സ് ചേർക്കാം. അവൽ നാളികേരം ശർക്കരയിൽ ഒന്ന് കുക്കാവട്ടെ. അവൽ ചേർത്ത് കുക്കായതിൻ്റെ ശേഷം ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ചേർത്തതിൻ്റെ ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട കേട്ടോ. ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ അടയിൽ പായസം അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.